ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോഴേ ഇന്ന് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാ. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വീഡിയോയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്രത്തോളം പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നോക്കാം. രാവിലെ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ മാവിരുന്ന് അതിനടുത്ത് വെളിയിലോട്ട് വെച്ച് അപ്പം ചുടാൻ. പിന്നെ അതേ കട്ടനിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സാധനം കാണിച്ചു തരാമേ. ഇതെന്താ, ചക്കയാണേ. ചക്ക ഞാൻ അരിഞ്ഞ് ചക്ക കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്നു. നല്ല ഒരു പോലിരിപ്പുണ്ട്. അത് ഫ്രീസറിൽ ഇരുന്നതിൻ്റെ തണുപ്പാണ്. അതിൻ്റെ തണുപ്പ് പോകുമ്പോൾ സാധാ ചക്ക പോലെ ആവും. സാധാ നമ്മൾ അരിയണ ചക്കയുടെ ആ ഒരു ഇതാവും. ഇപ്പം എന്താ ഒരു കട്ടിക്കിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നലെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പം ഇന്ന് രാവിലെ എടുത്തിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം. ഇനി ഈ ചക്ക കൂട്ടാനും വെച്ച് ഇന്നത്തെ ചോറ് വയ്ക്കണം. പിന്നെ അതേ 2 പാവയ്ക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വിഴുക്ക് ഉണ്ടാക്കണം. പിന്നെ ഇതുപോലെ മീൻകറി ഉണ്ടാക്കണം, തൈര് കറി ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയുള്ള ജോലിയുണ്ട്. തൈര് കറി എന്ന് വെച്ചാൽ പച്ചടി അതുണ്ടാക്കണം. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കണം വീഡിയോ ഇടണമെന്ന്. അപ്പം ഇന്നങ്ങനെ എന്തായാലും ഒരു വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹത്താൽ രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം വീഡിയോ ഇതാവുമെന്ന് അറിഞ്ഞൂടെ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോ എടുക്കാം ഇൻഷാ അല്ലാഹ്. കണ്ട, രാവിലെ ഇവൻ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം അവന് എന്നെ ചുറ്റിപ്പറ്റി നടക്കണം. അതാണ് അവൻ്റെ ജോലി. പാവമാണ് കേട്ടോ ആൾ. നല്ല സ്നേഹമുള്ള പൂച്ചയാണ്. പുറത്ത് വേറെ കുറേ പൂച്ചകളുണ്ട്. പക്ഷെ അവരോടൊന്നും പോയി ഫുഡ് കഴിക്കൂല. അവന് മാത്രമായിട്ട് ഇട്ട് കൊടുക്കണം ഫുഡ്. അതൊക്കെയാണ് അവൻ്റെ ശീലങ്ങൾ. അതണ്ട. അപ്പം നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ എന്നെ സംസാരിക്കാൻ അവൻ താമസിക്കണില്ല. അവൻ ചുമ്മാ നടന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. കണ്ട, എന്നെ ചുറ്റിപ്പറ്റി കിടന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കിടന്ന് വിളിക്കുന്നത്. വേണ്ട, ബാക്കിയുള്ള പൂച്ചകളെല്ലാം ഇവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ കിടക്കും. എന്നാലും അവനിക്കിതേ നമ്മളകത്ത് കയറണം. ഇവന് മാത്രം അകത്ത് കയറണം. ഞാൻ എന്നിട്ട് എവിടെ നടക്കുന്നു അവിടെ അത്രയും അവൻ കൂടെ നടക്കും. അതാണ് അവൻ്റെ ജോലി. കണ്ട, അതാണ് അവൻ്റെ ജോലി. എൻ്റെ കൂടെ നടക്കും. പക്ഷെ അതേപോലെയല്ല ഇവരെല്ലാവരും ഇങ്ങനെ സിറ്റൗട്ടിൽ കിടക്കുകയുള്ളൂ. നമ്മളതാണ്ട് അരിയൊക്കെ കഴുകി വെച്ച് ക്യാബേജും സവാളയും അരിഞ്ഞ് വെച്ച് തോരത്തിന്. പിന്നെ അരി അടുപ്പിയിട്ട് ഞാൻ കഞ്ഞിക്ക് വെള്ളം അടുപ്പിയിട്ടാ. എൻ്റെ കഞ്ഞിക്ക് വെള്ളം അടുപ്പിയിട്ട് അത് തിളയ്ക്കാറായി. എൻ്റെ അരിയൊക്കെ കഴുകി വെച്ച് ഇനി ഞാൻ അരി അടുപ്പിയിടട്ടെ. അരി അടുപ്പിയിടുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ അരി കഴുകിയതും വീഡിയോ എടുക്കുന്നതും അരി അടുപ്പിയിടുന്നതും. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അരി അടുപ്പിയിട്ടിട്ട് വരാം. അങ്ങനെ നമ്മളത് അപ്പം ചുടുന്നു. കണ്ട, നമ്മൾ ഈ പഴയ ഇരുമ്പച്ചട്ടിയിൽ, പണ്ടത്തെ ഇരുമ്പച്ചട്ടിയിലാണ് അപ്പം ചുടുന്നത് കേട്ടോ. അപ്പം നമ്മൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പം നമ്മൾക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉണ്ടാകരുതിട്ട് അടുത്ത അപ്പം വെച്ചിട്ടുണ്ട്. ഭയങ്കര പാട് തന്നെ കേട്ടോ. നമ്മൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം, അടുത്ത കൈ കൊണ്ട് പാചകം ചെയ്യണം, എന്തെല്ലാം നോക്കണം. കുഴപ്പമില്ല. കണ്ട, നമ്മൾ അരി ഇങ്ങനെ ഇട്ടിട്ട് അടച്ച് വെച്ചപ്പം അതിൽ നിന്ന് വെള്ളം തിളച്ച്. പക്ഷേ ഞാൻ എടുത്തപ്പം തിള കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇതിൽ വെള്ളം കൂടിപ്പോയിട്ടാണ്. അപ്പം വെള്ളം കുറച്ചൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്.
ഉണ്ടായി എന്താ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടോ. എൻ്റെ കയ്യിലൊന്ന് നക്കാനും ഭയങ്കര സ്നേഹമാണ്. കണ്ട എൻ്റെ പുറത്താണ് കയറുന്നുണ്ട്. എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി, ഫുഡ് കഴിക്കാൻ വന്ന്. അവൻ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അവൻ്റെ പുറത്തും ചാടി കയറിയിട്ടുണ്ട്. ഇറങ്ങടാ. ഓ കാല് വേന എടുക്കണോ? വൈകിട്ടാവട്ടെ, ഇപ്പം സ്കൂളിൽ പോയി. നമ്മൾ വേറ്റനാട് ജംഗ്ഷൻ അല്ലേ ഇത്? നമ്മൾ വീട്ടിലോട്ട് തിരിയുന്നതിൻ്റെ ഭാഗത്ത് വണ്ടി ബസ് വരും, സ്കൂൾ ബസ് വരും. ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്കൂൾ ബസ്സിൽ ഇപ്പോൾ വരും. എൻ്റെ മുമ്പ് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കയറിപ്പോയി. അപ്പം മോനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് നമ്മൾ ആ വീട്ടിൽ വന്നു. അപ്പം നമ്മൾ ചക്ക കുക്കറിലിട്ടിട്ടുണ്ട്. തേങ്ങയും കാന്താരിമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം മിക്സിയുടെ ജാറിലിട്ട് കണ്ടോ. നമ്മൾ ചക്കയ്ക്ക് തേങ്ങ, വെളുത്തുള്ളി, കൊച്ചുള്ളി, ചെറിയ ജീരകം, കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ ഇടുന്നത്. നിങ്ങളൊക്കെ എത്രയൊക്കെയാണ് ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൽ ചക്ക നമ്മൾ അടുപ്പിൽ വെച്ചു. ഇനി അതവിടെ ഇരുന്നൊരു ഊത്തക്കത്തായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. 2 ഊത്താക്കുമ്പോൾ നമുക്ക് എടുക്കാം. കടുക്, നമുക്ക് കാബേജ് ഇട്ടെടുക്കാം. നമ്മുടെ കാബേജ് തോരൻ ഇവിടെ റെഡിയായി. എന്താ കാബേജ് തോരൻ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. ചക്ക ഇവിടെ മൂത്ത് കേൾക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട്. അപ്പോൾ ചക്കയും കൂടെ അവിടെ ഇരുന്ന് ഊത്ത് വെക്കട്ടെ. ചക്കയുടെ ഊത്ത് കേൾക്കുമ്പോൾ നമ്മളെ കാബേജ് തോരൻ റെഡി, ചക്ക റെഡി. പിന്നെ ഇതാ നമ്മൾ അരി ചോറ് ഇവിടെ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്.
എന്താ ചോറ് റെഡിയായി. ചോറ് വെന്ത് ഇനി നമുക്ക് അരി ഊറ്റിയെടുക്കാം. എൻ്റെ മച്ചൻ മീൻ കച്ചവടം കഴിഞ്ഞ് വന്ന് പെട്ടിയതായിരിക്കുന്നു. മീൻ കച്ചവടത്തിനൊക്കെ പോയിട്ട് വന്ന് കഷ്ടപ്പാട് കണ്ട വന്ന് കണ്ട തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കണവർക്ക് വരാം. ഇതാ മീൻ വണ്ടി വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ കണ്ട പൂച്ചകൾ ഇങ്ങനെ നിരന്ന് നിൽക്കും. ഇത്രയും നമ്മളെ പൂച്ചയാണ്. പൂച്ചയ്ക്ക് വാരിയിട്ട് കൊടുക്കണേണ്. ഒരു തത്തിയിൽ കൊടുത്തു കഴിഞ്ഞ് ഇപ്പം എന്താ അടുത്ത് വീണ്ടും വാരിയിട്ട് കൊടുക്കുകയാണ്. ഇതെന്താ നെത്തോലിയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. എന്താ നല്ല പച്ച നെത്തോലി കടപ്പുറത്തുനിന്ന് നേരിട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ്. ഇതാണ് നമ്മളെ മീൻ വണ്ടി. അയ്യോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പം ഉച്ചവരെ വീഡിയോ എടുത്തോളൂ, ഉച്ചത്തെ ഊണ് മാത്രമേ എടുത്തോളൂ. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു ദിവസം ഇതേപോലെ ഒരു വീഡിയോ എടുത്തിടാം. അപ്പം എന്തേ നമ്മൾ ഇന്ന് ചോറും ചക്കയും നെത്തോലിക്കറിയും പിന്നെ ക്യാബേജ് തോരനും ഇത് മാത്രമേ ഉള്ളൂ. പാവയ്ക്ക വിഴുക്കും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ എല്ലാവരും ഒന്ന് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ശരി, അസ്സലാമു അലൈക്കും.